ഇതെന്താണെന്നറിയോ? ഇതാണ് ഈന്തിൻ്റെ കായ് കേട്ടോ. ഈന്തിൻ്റെ കായ് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഉണക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും, ഇതിനെക്കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇതാണ് ഈന്ത് മരം. ഇതിൻ്റെ കായാണ് ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഇട്ടിട്ടുള്ള ഈന്ത് പിടിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അത് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 5-6 മണിക്കൂർ ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിങ്ങനെ പുട്ടുപൊടി പോലെ കിട്ടുമേ. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് ചിക്കൻ ഇട്ടുള്ള പിടി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പകുതി കൊണ്ട് ഞാൻ നാളെ വേറൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഇത് പൊട്ടിപ്പോകുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇല്ല, നല്ലപോലെ ഹാർഡായിട്ട് വന്നു. എന്നിട്ട് ഇതിങ്ങനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ചിക്കൻ്റെ ഐറ്റം ഉണ്ടാക്കാം. ഇത് പലരും പല രീതിയിൽ ചെയ്യേ. ചിക്കൻ ഇട്ടിട്ടുണ്ടാക്കും, പിന്നെ കടല ഇട്ടിട്ടുണ്ടാക്കും, അതേപോലെ ഈ പിടി മാത്രമായിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതേപോലെ പൊടികളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു വിസിലിന് വേവിക്കുന്നുണ്ട്. അത് വെന്ത ശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങ, പച്ചമുളക്, പെരിഞ്ചീരകം, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമ്മളെ സംഭവം റെഡിയാണ്. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.